വാർഡ് മെമ്പർ ജിനോ ചേറ്റുകുളം, അരുവിത്ര ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ടിറ്റോ മാത്യു. ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ 1000 സർജറികളിൽ 750 സർജറിയും കോട്ടയം ജില്ലയിൽ തന്നെ നടത്തുവാൻ ഡൈനോ മുന്നോട്ട് വന്ന്, ഡൈനോയും കൊച്ചുമോനും കോട്ടയം ജില്ലക്കാരായതുകൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുത്ത് നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് തന്നെ അതിന്റെ പ്രയോജനം കിട്ടുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ സാധിച്ചതിലും ഇവിടെ വന്നെത്തിയ മുഴുവൻ അംഗങ്ങളോടും, നമുക്കറിയാം ഇന്ന് കടവുള്ള ദിവസമാണ്, എല്ലാവർക്കും പള്ളിയിലൊക്കെ പോകണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഈ മഴയത്തും നമ്മുടെ ഈ ഹോളിലിട്ട് കസേര പോരാഞ്ഞിട്ട് എപ്പോഴും എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോള് നിറഞ്ഞ ആൾക്കാർ വന്നത് മുഴുവൻ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക്, പുണ്യപ്രവൃത്തികൾക്കുള്ള പിന്തുണയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ നമ്മുടെ വികാരിയച്ഛൻ, നമ്മുടെ ഇടവ വികാരിയച്ഛനുള്ള പിന്തുണയാണ്. ഇങ്ങനെയുള്ള നല്ല പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തരാൻ സഹായിച്ച വികാരിയച്ഛനോടും ഇടവകങ്ങളോടും കമ്മിറ്റി അംഗങ്ങളോടും കൈക്കാരന്മാരോടും എല്ലാമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലൊക്കെ അല്പസമയത്ത് ചികിത്സിച്ച് പരിഹാരം കാണുവാൻ സാധിക്കുമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഇടവകയിൽ ഈ നേത്രപരിശോധനാ ക്യാമ്പിനും വിവിധ ശസ്ത്രക്രിയയ്ക്കും തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് വളരെ നല്ല ഒരു പരിചരണം, ഒരു പരിശോധന ഇവിടെ ലഭിക്കും. തുടർന്ന് ലയൺസ് ക്ലബിന്റെ ശുശ്രൂഷകളിലൂടെ അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ് ുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പടി കൂടി. ഇതിപ്പോൾ ഞാൻ ഈ ലയൺസ് ക്ലബിന്റെ പ്രോഗ്രാമിന് 3ാമത്തെ ദിവസം, അല്ലെങ്കിൽ 3ാം തവണയാണ് ഇപ്പോൾ ഈ മാസം തന്നെ. കഴിഞ്ഞ മാസം 2 പ്രോഗ്രാം, ഈ മാസം ഒരു പരിപാടി. അപ്പോൾ ഇത് ഞാൻ 3ാമത്തെ തവണയാണ് ഇവരുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഈ ലയൺസ് ക്ലബ് അംഗങ്ങളെ ഓർത്ത് വളരെയധികം അഭിമാനം തോന്നുകയാണ്. കാരണം നമുക്കറിയാം, ഇവര് ചെയ്യുന്ന ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, താഴെത്തട്ടിലുള്ളവരെ കൈപിടിച്ചുയർത്തുന്ന ഈ പ്രവർത്തനങ്ങൾ എപ്പോഴും നമുക്ക് അഭിമാനിക്കത്തക്ക ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷം. പുതനാൾ മധുതേരിപ്പോയി. വന്ന് ഒരു ദിവസം രാവിലെ വന്നാൽ കാലില്ലാതെ വണ്ടിയെ വരുന്നവർക്ക് കാലോ കയ്യോ വെച്ച് നടന്നു പോകാനുള്ള പദ്ധതിയും ഞങ്ങളുടെയിലുണ്ട്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ സ്ഥിതിയായിട്ട് കൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒത്തിരി ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളാണ് ലയൺസ് ക്ലബ് ചെയ്യുന്നത്. ഈ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് APLകാർക്കും ലെൻസിന്റെ വില മാത്രം കൊടുത്താൽ മതി. BPLകാർക്ക് കംപ്ലീറ്റ് സൗജന്യമായിട്ടാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും വീട്ടിൽ ആശ്രയമില്ലാതിരിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ മുമ്പോട്ടിറങ്ങിയത്. ഇതിന്റെ ഈ വാർത്താ സർജറി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെറും 5 ദിവസം കൊണ്ട് അവരുടെ സാധാരണ ചെയ്യുന്ന പ്രൊജക്ട് കോർഡിനേറ്റർ പറയുകയുണ്ടായി. അപ്പോൾ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കാരണം ഇന്ന് വളരെയധികം ആൾക്കാർ ഈ കാലാവസ്ഥ എത്ര മോശമായിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. ഇതിന് വേദി ഒരുക്കിയ പ്രത്യേകിച്ച് വികാരിച്ചനോടും മാതൃജ്യോതിയോടും അങ്ങനെയുള്ള സംഘടനയോടും എല്ലാം നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങളോടൊപ്പം ഏതാവശ്യത്തിനും തിരുചേട്ടൻ ഇവിടെ തന്നെയാണ്. തിരുചേട്ടന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. ഇനിയും കൂടുതൽ പേർക്ക് ഇതിന്റെ ഗുണങ്ങൾ കിട്ടട്ടെ. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് മുഴുവൻ ഉള്ള തിമിരത്തിന്റെ വഹിക്കുകയും ചെയ്യുന്ന ശ്രീമതി ബിന്ദു ഇവരോട് ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.